ഹായ്. 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1090 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ആ ഒരു വീടിന്റെ 3D പ്ലാൻ അതുപോലെ എലിവേഷൻ ഡിസൈൻ അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാൻ എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീദ്. ഹനീദാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 4.5 സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. 2 ബെഡ്റൂമുകളാണ് വരുന്നത്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ എന്നിങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈനും 3D പ്ലാൻ അതുപോലെ 2D പ്ലാനുകൾ അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് നടക്കുന്നത്. സോഫ, ടി വി ഒക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് ഇവിടെ ഡൈനിങ് ഹാൾ വരുന്നുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്നൊരു കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഡൈനിങ് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത്. ഒരു കോമൺ ബാത്റൂം അവിടെ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ അളവുകൾ ഉൾപ്പെടുന്ന 2D പ്ലാൻ നോക്കാം. 165 270 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടന്നിട്ടുള്ളത്. 330 സെന്റിമീറ്റർ എന്നാണ് അളവ്. അടുത്ത് ഡൈനിങ് ഏരിയ ആണ്. 365 330 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ സ്പേസ്. ഡൈനിങ്ങിൽ തന്നെ നമുക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ റൂം, ഒരു കോമൺ ബാത്റൂം, വാഷ് ഏരിയ ഒക്കെ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360 330 സെന്റിമീറ്റർ എന്നാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360 330 എന്ന അളവിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ 300 300 സെന്റിമീറ്റർ അതുപോലെ 300 150 സെന്റിമീറ്റർ എന്നുള്ളത് ചെറിയൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാൻ അതുപോലെ എലിവേഷൻ ഡിസൈൻ വരെ കണ്ടല്ലോ. വീടിന്റെ കോസ്റ്റ് എത്ര വന്നു നോക്കാം. ഞാനിതിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് റേറ്റ് ഇട്ടിട്ടുണ്ട്. 1090 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് 3,35,500 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ഫൗണ്ടേഷൻ കോസ്റ്റ് വന്നിട്ടുള്ളത്. ഈ 3,35,000 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ ഏരിയ 1090 സ്ക്വയർ ഫീറ്റും നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് വരുന്നത്. ഇതിനൊരു സ്റ്റെയർ റൂം വരുന്നുണ്ട്. അതിന്റെ ഏരിയ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സ്റ്റെയറിന്റെ കോസ്റ്റിൽ കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ 3,35,500 രൂപ. അത് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ വീഡിയോയുടെ അവസാനം പറയാം. അടുത്തായിട്ട് അതിന്റെ ബ്രിക്ക് വർക്ക് മുതൽ വാർക്ക വരെയുള്ള കോസ്റ്റ് 7,96,100 രൂപയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് 11,31,000 രൂപയാണ് കോസ്റ്റ് നമുക്ക് വരുന്നത്. ഇനി അടുത്തത് അതിന്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ്. അതായത് ഇലക്ട്രിക്കല്, പ്ലംബിങ്, പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ടൈല്, ഡോർ, വിൻഡോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് 10,19,000 രൂപയും കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് 21,50,988 രൂപ, അതായത് ഒരു 21,51,000 രൂപ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് ചെലവ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ 1973 ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് എന്നാലും ബഡ്ജറ്റ് അങ്ങനെ കൂടാത്ത രീതിയിൽ ചെയ്തിട്ടുള്ളൊരു റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വീടുകൾക്കൊക്കെ ഒരു 2,000 രൂപ അല്ലെങ്കിൽ 2,000-ന്റെ അടുത്ത്, ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം, അങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്, സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. നമ്മൾ ഒരിക്കലും ഒരു പ്ലാൻ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ട് വീടിന്റെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്യാറില്ല. അവർക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിന്റെ ബ്രാൻഡുകൾ ഏതാണ്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്, ഫൗണ്ടേഷൻ ആയാലും ബ്രിക്ക് ആയാലും അത് എന്ത് ബ്രിക്കാണ്, ഇപ്പോൾ സിമെന്റ് ബ്ലോക്ക് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അത് റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ചെയ്തിട്ടാണ് പിന്നെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അല്ലാതെ പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്നവരോട് ആദ്യമേ തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ട് വീട് നിർമ്മിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല. നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കുന്ന മിക്ക ആൾക്കാരും ആദ്യം ചോദിക്കുന്നത് ഇത് തന്നെയാണ്, സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ 21,51,000 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് കോസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷന്റെ കാര്യത്തിൽ നമുക്ക് 10,000 രൂപ അതിന്റെ എർത്ത് വർക്ക്, അതായത് നമ്മൾ സൈറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ വാനം കോരുക, നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് കല്ലിടാനായിട്ട്, അതിന് എക്സ്കവേഷനൊക്കെ ആയിട്ട് 10,000 രൂപയാണ് നമുക്ക് വരുന്നത്. ഇനി അതിന്റെ മുകളിൽ റബിൾ മേസൺറി 1,27,800 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. 2 താഴ്ചയിൽ ചെയ്യുന്ന ഇതാണ്. അതിൽ ഓരോ സൈറ്റിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റേറ്റിൽ എല്ലായിടത്തും ഈ ഇതേ അളവിലുള്ള വീട് നിർമ്മിക്കാൻ പറ്റില്ല. കാരണം അത് ഓരോ സൈറ്റിനനുസരിച്ച്, ചിലപ്പോൾ ഇവിടെ 2 അടിയാണ് നമുക്ക് കരിങ്കല്ലിന് വേണ്ടിയിട്ട് താഴ്ത്തുന്നത്, ഫൗണ്ടേഷന് വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് 3 അടിയിലേക്ക് പോയേക്കാം. ചിലപ്പോൾ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ പറ്റാത്ത
സ്ഥലങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് 1,27,800 രൂപയാണ് കരിങ്കല്ലിന്റെ വർക്കിന് വന്നിട്ടുള്ളത്. അതിന് മുകളിൽ ബെൽറ്റിന് നമുക്ക് 73,400 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. അടുത്തത് പിന്നെ അതിന്റെ ഒരു എർത്ത് ഫില്ലിങ്, അതിന്റെ കൺസോളേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 64,900 രൂപ വരുന്നുണ്ട്. PCC ഫ്ലോറിങ്ങിന് 59,000 രൂപ വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് 3,35,500 രൂപ കോസ്റ്റ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ബ്രിക്ക് വർക്കിന്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 3,83,000 രൂപയാണ് ബ്രിക്ക് വർക്കിന് കോസ്റ്റ് വരുന്നത്. ഇനി അതിന് മുകളിൽ ലിൻഡിൽ സൺഷെയ്ഡ് നമുക്കൊരു 81,000 രൂപ വരുന്നുണ്ട്. 3,31,000 രൂപ നമുക്ക് റൂഫ് സ്ലാബ് കോൺക്രീറ്റ് വേണ്ടി വരും. അങ്ങനെ 7,96,000 രൂപയാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഇത് ബ്രിക്ക് വർക്ക്, ലിൻഡിൽ സൺഷെയ്ഡ്, വാർക്ക വരെയുള്ള 7,96,000 രൂപ. അടുത്തത് പ്ലാസ്റ്ററിങ്, പെയിന്റിങ് ഒക്കെയാണ്. 2,60,000 രൂപയാണ് ഈ വീടിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ കോസ്റ്റ് വരുന്നത്. പെയിന്റിങ്ങിനാണെങ്കിൽ 1,92,000 രൂപ. അടുത്തതായിട്ട് ടൈല് 1,82,000 രൂപയാണ് ടൈലിന്റെ കോസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് 6,35,000 രൂപ കോസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. അടുത്തത് ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡോർ, വിൻഡോ ഇതിനൊക്കെ ആയിട്ട് 3,83,500 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആകെ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് 21,51,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. വീട് നിർമ്മിക്കാനായിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തൃശ്ശൂർ ജില്ലയിലെ ഓഫീസിന്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വീടിന്റെ പ്ലാനും 3D ഡിസൈനുകളാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇതുപോലുള്ള ഒരു താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.